എൻ്റെ പേര് സിഞ്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബാബു. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 11 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒന്നും ഫലം കണ്ടില്ല. അതിനുശേഷം ഞങ്ങളൊരു ദേവി ഹോസ്പിറ്റലിൽ പോയി, പല സ്ഥലത്ത് ആയുർവേദവും എല്ലാം ചെയ്തു, ഒന്നിനും ഒരു ഫലമില്ലാതെ ഇപ്പം ഞങ്ങൾ ദേവിയിൽ വീണ്ടും പോയി. രണ്ടാമതും മൂന്നാമതും ഞങ്ങൾ ഓരോ ട്രീറ്റ്മെൻറ്റുകൾക്കും പോയി. ലാസ്റ്റ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ 3 IUI ചെയ്യാൻ പറഞ്ഞു. 3 IUI ചെയ്തിട്ടും അത് നെഗറ്റീവായിരുന്നു. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ട്യൂബ് ടെസ്റ്റ് ചെയ്യണം, എന്താ കാരണമെന്ന് അറിയാൻ പറ്റുന്നില്ല, വേറെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കാണുന്നില്ല. ട്യൂബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ട്യൂബും കംപ്ലീറ്റ് ബ്ലോക്കാണ്, നോർമലായിട്ട് ഒരു പ്രഗ്നൻസിക്ക് ചാൻസേ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ IVF ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അതിന് ശേഷം 2 IVF ചെയ്തു. 2 IVF നെഗറ്റീവായിരുന്നു. അതിനുശേഷം 3ാമത്തെ IVF പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഞാൻ എന്നിട്ട് ഇവിടെ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ 2019 മുതൽ വരുന്നുണ്ടായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ എന്നിട്ട് ഉടമ്പടിയിൽ എൻ്റെ കാര്യം ആദ്യം വെച്ചതാണ്, പക്ഷേ അത് മാത്രം മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് അമ്മയ്ക്ക് നടത്തി കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ അമ്മേനോട് പറഞ്ഞു രോഗിക്കാണ് വൈദ്യനെയും കൊണ്ട് ആവശ്യം, വൈദ്യന് രോഗിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാത്തതുകൊണ്ടാണ് മാതാവ് എനിക്ക് തരാത്തതെന്ന്. ഞാൻ എന്നിട്ട് ഇവിടെ 2023 ഫെബ്രുവരി 14 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3 മാസം തികഞ്ഞ് 4ാമത്തെ മാസം ജൂൺ 26 ഞാൻ കൺസീവായി. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിക്കണമെന്ന്. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമായ ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അത് ഫെബ്രുവരി 14 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 12 2024 എനിക്ക് അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ തന്നത്. ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊന്നും നടന്നിട്ട് ഫലമുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഉടമ്പടി പറയാനായിട്ട് ഇച്ചിരി വൈകിപ്പോയി. അതിന് മാതാവിനോട് തിരുകുമാരനോട് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നതിന് അമ്മ മാതാവിനോട് തിരുകുമാരനോട് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പൈസയായിട്ട് സഹായിക്കാറുണ്ട്. കാരണം എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് വേറെ ആരും നോക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ പോയി വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല. അതുപോലെ ചാരിറ്റി ആയിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾക്കുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പൈസകൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിച്ച് എല്ലാ വീടുകളും കയറി ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി കൊടുക്കാറുണ്ട്. ഈ വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ദിനകുമാരനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ 1000 നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനും യേശുവപ്പനും 1000 നന്ദി. എൻ്റെ മകളാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. ഞാൻ 2019 എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയെങ്കിലും എൻ്റെ മകളുടെ നിയോഗം മാത്രം എനിക്ക് സാധിച്ചു തന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വരവ് മുടക്കിയില്ല, ഇവിടെ വന്നുകൊണ്ടിരുന്നു. അന്നേരമാണ് അച്ഛൻ ഇവിടെ ആരാധനയിൽ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും നിയോഗങ്ങൾ സാധിച്ച് കിട്ടാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ വരാന്തയിൽ ഇരുന്ന് കണ്ണുനീരൊഴുക്കുക ഇതേ. അന്നേരം ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ, അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല. അതുകൊണ്ട് അമ്മ മാതാവേ, വരുന്ന വർഷം എൻ്റെ മകളുടെ ജന്മദിനം ഫെബ്രുവരി 11 എൻ്റെ മകളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാനിവിടെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതുപോലെ 2024 ഫെബ്രുവരി 11 എൻ്റെ മകളുടെ ജന്മദിനം. പിറ്റേ ദിവസം ഫെബ്രുവരി 12 അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയത്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് അമ്മ തന്നതിന് 1000 നന്ദി. കൂടാതെ എൻ്റെ മകനും കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബത്തിനും അനുഗ്രഹം 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് സിഞ്ചു ബാബു, എറണാകുളം,
തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. 11 വർഷമായിട്ട് തങ്ങൾക്ക് ഒരു മക്കളില്ലാത്തൊരു വലിയ സങ്കടമാണ്. പരിശുദ്ധ അമ്മയോട് ആശ്രയിച്ചുകൊണ്ടും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും ജീവിച്ചു തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് 4-ാമത്തെ മാസം തന്നെ കൺസീവ് ആവുകയും അതേ തുടർന്ന് മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ ഇവർക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനു മുമ്പാണെങ്കിൽ പോലും നിരവധിയായ ട്രീറ്റ്മെൻറ്റിലൂടെയും ഒത്തിരി പ്രതീക്ഷയിലൊക്കെ കടന്നുപോയെങ്കിലും അതെല്ലാം നിഷ്ഫലമായുള്ള രീതിയിലാണ് കാണാനായിട്ട് ആയത്. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉറച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലവും ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ സാക്ഷ്യപ്രദങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന വചനം ഏറ്റെടുത്ത് പറയുക, ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിക്കണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് നമുക്ക് മുമ്പിൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുക. സ്വന്തമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ടുള്ള ഉടമ്പടിയോ ചേർന്നുകൊണ്ട് ജീവിച്ചതിൻ്റെ അനുഗ്രഹ ഫലം തന്നെയാണ് എൽത്താരക്ക് മുമ്പിൽ നമുക്ക് മുമ്പിൽ ഇവർക്ക് പരിശുദ്ധമായി അനുഗ്രഹിക്കുന്ന ഈ കുഞ്ഞിനെയും ഇനിയും ഈ കുടുംബത്തെയും ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ കുടുംബത്തിനെയും മാറ്റട്ടെ എന്നും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും എൽത്താരക്ക് മുമ്പിൽ പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.